friends, I am Rani. Welcome to my channel. ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. പെർമനന്റ് സ്ട്രെയിറ്റിംഗ് അല്ല, സ്ട്രെയിറ്റ്നർ കൊണ്ട് എങ്ങനെയാണ് മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും തന്നെ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ഇതെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് സ്ട്രെയിറ്റ്നർ മുടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങൾ നന്നായിട്ട് കണ്ടീഷനിങ് ചെയ്തതിന് ശേഷം ഷാമ്പു ഇട്ട് കണ്ടീഷനിങ് ചെയ്തതിന് ശേഷം മുടി ഡ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും ഓയിലി ഹെയർ ചെയ്യരുത്. ഓയിൽ ഇട്ട മുടിയിൽ അല്ലെങ്കിൽ എണ്ണ പുരട്ടിയ മുടിയിൽ ഒരിക്കലും സ്ട്രെയിറ്റനിങ് ഭംഗിയായിട്ട് വരികയില്ല. അതുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സ്ട്രെയിറ്റനിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഹീറ്റ് ഡിഫെൻസിങ് സ്പ്രേ നമ്മൾ ഉപയോഗിക്കണം. അത് ചിലപ്പോൾ ക്രീം വേർഷനിൽ കിട്ടാറുണ്ട്, സ്പ്രേ ആയിട്ട് കിട്ടാറുണ്ട്, മൂസ് പോലെ കിട്ടാറുണ്ട്, നമുക്ക് പല രീതിയിൽ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഹെയർ സിറം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഹെയർ സിറമാണ്. ഞാനത് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കക്കലും മതി, ഒരു കുറച്ച് എമൗണ്ട് മാത്രമാണ് തലയിൽ തൂക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ബാക്കി നിന്നാണ് നമ്മൾ ഓൾവേസ് ഈ ബാക്കിൽ നിന്ന് വേണം നമ്മൾ എപ്പോഴും തന്നെ ഹെയർ സ്ട്രെയിറ്റനിങ് തുടങ്ങാൻ. അപ്പോൾ നമുക്കെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് നന്നായിട്ടൊന്ന് കോം ചെയ്ത് എടുക്കാൻ പോകുന്ന പോർഷൻസ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഡിൽ ബ്രഷ് ഉപയോഗിക്കാം. ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ഞാൻ കാണിക്കാൻ പോകണം. കുറച്ച് പോർഷൻ കുറച്ച് മുടി അല്ല കുറച്ച് പാർട്ട് നമ്മൾ ആദ്യം എടുത്തിട്ട് ഇവിടുന്ന് തുടങ്ങുവാണ്. ഹെയർ സ്ട്രെയിറ്റർ നന്നായിട്ട് ചൂടായി വന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. എൻ്റെ ഹെയർ സ്ട്രെയിറ്റർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഹെയറിൻ്റെ ടൈപ്പ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് അത് ചൂടാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തല അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. കണ്ടോ, ഒറ്റ സ്ട്രെയിറ്റിലേക്ക് തന്നെ മുടി നന്നായിട്ട് വന്നു. കണ്ടോ, സ്ട്രെയിറ്റ് ചെയ്ത് എത്ര ക്വിക്കറായിട്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് നോക്കി. ഈ മെത്തേഡ് വേണം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സ്റ്റൈല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് വളച്ചു കൊടുത്താൽ ഇത് നല്ല ഭംഗിയായിട്ട് കിടക്കും. കണ്ടോ, ചെറുതായിട്ട് എൻഡ് മാത്രം ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മുടി നല്ല ഇതായിട്ട് വരും. കേട്ടോ, കാണാം നിങ്ങൾക്ക് ഞാൻ ചെയ്തെങ്ങനെയാണ്. കണ്ടോ, അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇച്ചിരി ഹെയർ സിറം വീണ്ടും ശകലം തലയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെയർ സിറം തലയിൽ ഒന്നുകൂടെ നന്നായിട്ട് തേക്കുക. കുറച്ച് എമൗണ്ട് മതിയാവും. അപ്പോൾ മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ മുടി എങ്ങനെ കേളി ചെയ്യാം, ഈ സ്ട്രെയിറ്റ്നർ കൊണ്ട് തന്നെ എങ്ങനെ മുടി കേളി ചെയ്യാം, അല്ലെങ്കിൽ കേളർ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഇത് രണ്ടും ഇല്ലാത്തവർക്ക് എങ്ങനെ മുടി വീട്ടിൽ കേളി ചെയ്യാവുന്ന ഈസി മെത്തേഡുകൾ ഫ്യൂച്ചർ വീഡിയോസിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെ വളരെ നന്ദി. See you again in next video. Thank you. Bye bye.